ഡി കാർലോ സിമുലേഷൻ ഉപയോഗിച്ച് പൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഏരിയ ഓഫ് സർക്കിൾ പറയാം. A is equal to pi r square. R is the radius. A divided by r square എന്ന് പറയുന്നത് നമുക്ക് a by r square കിട്ടുവാണെങ്കിൽ നമുക്ക് പൈ കണ്ടുപിടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെ ഈ ഇക്വേഷൻ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുവാണ്. പൈ ഈസ് ഈക്വൽ ടു നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ പൈ ഈസ് ഈക്വൽ ടു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊരു ക്വാർട്ടർ ആണ്. ആ ക്വാർട്ടറിന്റെ ഏരിയ 4 ഇൻറ്റു ഏരിയ ഓഫ് ക്വാർട്ടർ സർക്കിൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഏരിയ ഓഫ് ക്വാർട്ടർ സർക്കിളിനെ ഞാൻ ക്യൂ എന്ന് വിളിച്ചാൽ പൈ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ. ഇവിടെ റേഡിയസ് 1 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. റേഡിയസ് ആറിന് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മളെ റേഡിയസ് ആർ എന്ന് പറയുന്നത്. ഇവിടെയും ഇത് റേഡിയസ് തന്നെ. ഇവിടെ നമുക്കൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കിട്ടും 4 ഇൻറ്റു ഏരിയ ഓഫ് ദി ക്വാർട്ടർ സർക്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന്. ഇവിടെ രണ്ടും ഏരിയ തന്നെയാണ്. ക്യൂ എന്ന് പറയുന്നതും ഏരിയ തന്നെയാണ്, ആർ സ്ക്വയർ എന്ന് പറയുന്നതും ഏരിയ തന്നെ. അപ്പോൾ യൂണിറ്റ് വൈസ് ക്യാൻസൽ ആയിപ്പോകും. സോ ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ആവശ്യം. So 4 into Q divided by pi r square will get the value of pi. ഈ രീതിയിലാണ് നമ്മളിവിടെ പൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ കാൽക്കുലേഷന് നമ്മൾ ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ വരച്ചു. നമുക്കിവിടെ 4 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ആക്ച്വലി ഇതിനെ നമുക്കൊരു പ്രോബിലിറ്റി ആയിട്ട് കാണാം. ദാറ്റ് മീൻസ് ഇവിടെ ഞാനൊരു സ്ക്വയർ പറഞ്ഞു. ആ സ്ക്വയർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ക്വാർട്ടർ സർക്കിളിനകത്ത് ഈ ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഞാൻ പറയുന്നത്. ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്കൊരു പോയിന്റ് അസ്യൂം ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് അസ്യൂം ചെയ്യുക. ആ പോയിന്റ് തീർച്ചയായിട്ടും സ്ക്വയറിനകത്തായിരിക്കും. ബട്ട് ആ പോയിന്റ് ഇവിടെ ആണെങ്കിൽ സർക്കിളിനകത്താവണമെന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം. സോ this q by r square can be taken as probability of point inside the circle means quarter circle ആ പോയിന്റ് വരാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മൾ ഈ q by r square എന്ന് പറയുന്നത്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പൈയുടെ വാല്യൂ. ഇപ്പം മോണ്ടെ കാർലോ സിമുലേഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സർക്കിൾ നമ്മൾ ഇനി ഞാൻ വരയ്ക്കുമ്പോൾ ആ ക്വാർട്ടർ സർക്കിൾ മാത്രം വരയ്ക്കുന്നു. ഈ ക്വാർട്ടർ സർക്കിളും അതിൻ്റെ കൂടെ ചേർന്നൊരു സ്ക്വയറും എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ. അപ്പോൾ ഈ സ്ക്വയറിനകത്ത് നമ്മൾ ഇതിനകത്ത് ഒരു റാൻഡം ആയിട്ടൊരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഇതിനകത്ത് റാൻഡം ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തു. ടോട്ടൽ 1 2 3 4 5 6 7 8 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര സ്ക്വയറിനകത്ത് എത്ര പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പോയിന്റ്. അതുപോലെ ക്വാർട്ടർ സർക്കിളിനകത്ത് എത്ര പോയിന്റ്സ് എന്ന് വെച്ചാൽ 5 ആണ്. സോ 5 by 8 into 4. സോ ദിസ് വിൽ ഗെറ്റ് എ വാല്യൂ ഓൾമോസ്റ്റ് ക്ലോസ്ലി ടു പൈ. പൈയോട് അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ 2 സംതിങ് ആയിരിക്കും വരിക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു നമ്പർ ഓഫ് ടോട്ടൽ നമ്മൾ എടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ എത്രത്തോളം പോയിന്റ്സിന്റെ എണ്ണം കൂടുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആവും നമ്മളുടെ പൈയുടെ വാല്യൂ. നമ്മളിവിടെ ലാർജ് നമ്പർ ഓഫ് പോയിന്റ്സ് എടുക്കുകയാണ്, 1000 പോയിന്റ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രോബബിലിറ്റി കൂടും, അത്രയും ചാൻസ് കൂടും. അതിനനുസരിച്ച് പൈയുടെ എസ്റ്റിമേഷനും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മളിവിടെ ചെയ്ത് എന്താ, റാൻഡം ആയിട്ട് പോയിന്റ്സ് പിക്ക് ചെയ്തിട്ട് ആ പോയിന്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ ആണോ അല്ലയോ നോക്കാം. ഇൻസൈഡ് സർക്കിൾ ആവാനുള്ള പ്രോബബിലിറ്റി
സർക്കിൾ മീൻസ് ക്വാർട്ടർ സർക്കിളിലാവാനുള്ള പ്രോബബിലിറ്റി. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനകത്ത് പൈയുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതാണ് ഈ മോണ്ടെ കാർലോ സിമുലേഷൻ്റെ പൈ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതി. നമ്മളിത് മോണ്ടെ കാർലോ സിമുലേഷൻ എങ്ങനെ C++ൽ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക. iostream.h, io.h, time.h, std library. അഡീഷണൽ 2 time.h, സ്റ്റാൻഡേർഡ് library.h എന്ന 2 ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ റാൻഡ് എന്ന് പറയുന്ന റാൻഡം വാല്യൂ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് library.h. അപ്പോൾ അത് ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു സ്ട്രാൻഡ് time.0, അതായത് ആദ്യമേ ആ റാൻഡം വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റാൻഡം എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ 2 ഹെഡർ ഫയൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നതും. കൂടാതെ ഇവിടെ ഒരു സ്ട്രാൻഡ് ടൈം ഓഫ് നൾ അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞൊരു, ഇത് റാൻഡം വാല്യൂസ് ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് ബാക്കി പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ, നമ്മളെ പ്രോഗ്രാം മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. CLR SCR നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഒരു പുതിയ സ്ക്രീൻ വരാൻ. ഇവിടെ 2 വാല്യൂസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. I എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഐട്രേഷൻ ആണ്. അപ്പോൾ ഓരോ വാല്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഞാനൊരു പർട്ടിക്കുലർ 1000 വരെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാല്യൂ ആണ്. അത് 1000 എന്നത് അത്രയും ടൈംസ് ചെയ്യുമ്പോൾ കുറച്ച് ആക്യുറസി വരാൻ വേണ്ടിയിട്ടാണ്. 1000 വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ആക്യുറസി കൂടും, പക്ഷേ നമ്മളെ കമ്പ്യൂട്ടറിന് അത്രയും ചെയ്യാനുള്ള ടൈം ഒരുപാട് അത്രയും പ്രാവശ്യം ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടെങ്കിൽ നമ്മൾ 1000 എന്നുള്ള വാല്യൂ ഇപ്പോൾ ഫിക്സ് ചെയ്യണം, അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇതാണ് ഡബിൾ എന്ന് പറയുന്നത് ഇൻസൈഡ് സർക്കിൾ, ഇൻസൈഡ് സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ആ സർക്കിൾ വരച്ചായിരുന്നു. അപ്പോൾ ആ സർക്കിളിലെ ക്വാർട്ടർ സർക്കിളിലെ ഒരു പോയിന്റ് ആണോ അതല്ല സ്ക്വയറിനകത്തുള്ള പോയിന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി വേരിയബിൾസ് കൊടുത്തു എന്നുള്ളത്. സർക്കിളിനകത്താണോ സ്ക്വയറിനകത്താണോ ഉള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടി അത് ആദ്യമേ ഡിക്ലെയർ ചെയ്തു, 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. കാരണം നമ്മളൊരു കൗണ്ടിങ് വാല്യൂ പോലെയാണ്. അപ്പോൾ 0യിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ 0 ഇടാതിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എറർ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് പോയിന്റ്സ്, അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എക്സും വൈ എന്നുള്ള 2 പോയിന്റ് ആണ്. അത് നമ്മൾ റാൻഡം ആയിട്ടാണ്, നമ്മളല്ല ചൂസ് ചെയ്യുന്നത്. ഈ റാൻഡം എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ തന്നെ ഏതെങ്കിലും ഒരു എക്സും വൈയും വാല്യൂ കൊണ്ടുവരാൻ വേണ്ടി, റാൻഡം എന്ന് പറഞ്ഞാൽ എക്സും വൈയും അല്ല കൊണ്ടുവരുന്നത്, റാൻഡം എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ടുവരും. ആ വാല്യൂവിനെ നമ്മൾ എക്സ് ആയിട്ട്, ഒരെണ്ണത്തിന് എക്സ് ആയിട്ട് കൊടുക്കുന്നു, രണ്ടാമത് വൈ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ആ 2 വാല്യൂസ് എടുക്കാൻ വേണ്ടി 2 വേരിയബിൾസ്, റാൻഡം എക്സ്, റാൻഡം വൈ. പിന്നെ ഒറിജിൻ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന്, എക്സ് വൈ എന്ന് പറയുന്ന ഓരോ പോയിന്റ് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ അത് 0.3, വൈ എന്ന് പറയുന്നത് 0.5. ഇപ്പം എന്തുകൊണ്ടാണ് 0.3, 0.5 എടുത്തതെന്നൊരു സംശയം വരാം. റേഡിയസ് 1 ആണ്. അപ്പോൾ 1ന് താഴെയുള്ള, അപ്പോൾ ഇത് മാക്സിമം 1 ആണ്. അപ്പോൾ 1ന് താഴെയുള്ള പോയിന്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ക്വാർട്ടർ സർക്കിളിനകത്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ക്വയറിനകത്ത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പോയിന്റ് വാല്യൂസ് പറഞ്ഞത് 0.3, 0.5. ഇപ്പോൾ പോയിന്റ് എക്സ് 0.3 ആവുന്ന ഒരു പോയിന്റും വൈ 0.5 ആവുന്ന ഒരു വാല്യൂ കാണാം. അതൊരു പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് തൊട്ട് നമ്മൾ ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഒറിജിൻ ഡിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 1ഓ 1ന് താഴെയോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ ക്വാർട്ടർ സർക്കിളിനകത്തായിരിക്കും. ഇതാണ് നമ്മളുടെ കീ പോയിന്റ് എന്ന് പറയുന്നത്. 1ഓ 1ന് താഴെയോ ആണെങ്കിൽ അത് സർക്കിളിനകത്തായി, 1നെക്കാളും കൂടുതലാണെങ്കിൽ അത് സ്ക്വയറിനകത്തായിരിക്കും. അപ്പോൾ സ്ക്വയറിനായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റ്സും സ്ക്വയറിനകത്ത് വരും. എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം, 1നെക്കാളും കൂടുതലാണെങ്കിൽ എന്തായാലും ക്വാർട്ടർ സർക്കിളിന് ഉള്ളിലായിരിക്കത്തില്ല. അപ്പോൾ അത് ഈ സ്ക്വയറിനകത്ത് വരുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് എടുക്കുന്നു, റാൻഡമായിട്ട് എടുക്കുന്നു. ആ പോയിന്റ് എടുക്കാൻ വേണ്ടി നമ്മളല്ല, സിസ്റ്റം തന്നെ ചൂസ് ചെയ്യുകയാണ്, എക്സും വൈയും ചൂസ് ചെയ്യുവാണ്. ആ എക്സും വൈയും ചൂസ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുന്നു, അത് ഈ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നോക്കുന്നു.
അപ്പോൾ സർക്കിളിന് പുറത്താണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കിട്ടും. അതാണ് നമ്മളുടെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത് നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പോയിന്റ്സ് പിക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പോയിന്റ്സ് പിക്ക്. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് പോയിന്റ്സ് കൂടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് റാൻഡം. അപ്പോൾ ഇവിടെ i is equal to 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. i is equal to 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റർവൽ സ്റ്റാർ ഇൻ്റർവൽ, അതായത് ഇൻ്റർവലിൻ്റെ സ്ക്വയർ. അത് നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ടൈംസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഒത്തിരി ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സമയം നമ്മുടെ സിസ്റ്റം അത്രയും ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യാൻ എടുത്തുകൊണ്ടിരിക്കും. കാൽക്കുലേഷൻ ഇത് കൂടിയാലേ അതിൻ്റെ ആക്യുറസി കൂടുള്ളൂ. പക്ഷേ ഇത് കൂടിയാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ദെൻ i++, ഓരോ ടൈംസും എന്ത് ചെയ്യുക, ഇങ്ങനെ കൂടി 0-ൽ തുടങ്ങി 1 2 3 അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് നോർമലി വെറും ഇൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ 2 ബൈറ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂട്ടാനാണ് നമ്മളിവിടെ അൺസൈൻഡ് ഇൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഡബിൾ കൊടുത്തിരിക്കുന്നതെല്ലാം വാല്യൂസ് എല്ലാം നമുക്ക് നമ്പർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് വാല്യൂ ആയിരിക്കും ഈ കിട്ടുന്നതെല്ലാം. അപ്പോൾ അത്രയും വാല്യൂ ഉൾക്കൊള്ളാൻ വേണ്ടി സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡബിൾ ഉപയോഗിച്ചിരിക്കും. ഓക്കെ, ഇതിന് ശേഷം നമ്മളിവിടെ റാൻഡം എക്സ് റാൻഡം വൈ എന്നുള്ള രണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ റാൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഡിഫൈൻഡ് ഈസ് std സ്റ്റാൻഡേർഡ് ലൈബ്രറി ഡോട്ട് എച്ചിനകത്താണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം അത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ റാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു നമ്പറിനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യും, ഒരു റാൻഡം നമ്പർ കിട്ടും. അപ്പോൾ ആ റാൻഡം നമ്പർ എന്ന് പറയുന്നത് ആ റാൻഡം നമ്പറിനെ എത്രയിനകത്ത് വരണം എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. മോഡ് ഏതാണോ നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിനകത്ത് കിട്ടും. ഇപ്പോൾ ഞാൻ 5 എന്ന് കൊടുത്താൽ ദിസ് വിൽ പിക്ക് എ നമ്പർ ഫ്രം 0 to 5, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 5. ബിറ്റ്വീൻ അല്ല, ഫ്രം 0 to 5. ഒന്നുകൂടെ കൺഫേം ചെയ്യാം. അതായത് റാൻഡ് മോഡ് ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നത് 0 1 2 3 4 ഈ 5 നമ്പറിൽ ഏതെങ്കിലും ആയിരിക്കും ഒരെണ്ണം ചൂസ് ചെയ്യും. അത് ഏതാണെന്ന് പറയാൻ പറ്റുന്നത് റാൻഡമായിട്ട് ഏതെങ്കിലും എടുക്കും. ഇവിടെ 8 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും നമ്പർ ചൂസ് ചെയ്യും. 1000 ആണ് കൊടുക്കുന്നതെങ്കിൽ 1000 വരെയുള്ള നമ്പർ എടുക്കും. 1000+1 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 മുതൽ 1000 വരെയുള്ള നമ്പർ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതും റാൻഡ് ഓഫ് ഇത് മാത്രം നോക്കാം. അത് മാത്രം ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ്. റാൻഡ് ഓഫ് ഇത്രയും പാർട്ടാണ് ഞാൻ പറഞ്ഞത്. റാൻഡ് ഓഫ് 1000+1. ഇപ്പോൾ റാൻഡ് ഓഫ് മോഡ് ഇൻ്റർവൽ +1. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻ്റർവൽ ഓൾറെഡി 1000 ആണ്. 1000+1 മീൻസ് 1001. അപ്പം 0 മുതൽ 1000 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഇത് പിക്ക് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ ഇൻ്റർവൽ മീൻസ് ഡിവൈഡഡ് ബൈ വീണ്ടും 1000. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അതിനെ ഇങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും. ഇവിടെ കിട്ടുന്ന വാല്യൂ റാൻഡ് ഓഫ്, ഞാൻ ഒന്നുകൂടെ അത് പറയാണ്, റാൻഡ് ഓഫ് മോഡ് 1000+1. 1000ന് പകരം നമ്മളവിടെ ഇൻ്റർവൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർവൽ +1. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ തീർച്ചയായിട്ടും 0യ്ക്കും 1000നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. 500 കിട്ടി എന്ന് വിചാരിക്കാം. ആ 500നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ വാല്യൂ 0.5 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ ക്യാൻ എൻഷുർ ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1. 0യ്ക്കും 1നും ഇടയിലായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. റേഡിയസ് ഇവിടെ 1 ആണ്. ഇപ്പോൾ റേഡിയസ് 1 ആയതുകൊണ്ട് 1ന് താഴെയുള്ള വാല്യൂ വരണം. 1ന് താഴെ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കാം. 1 വരെ വരാം, 0 to 1. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, റാൻഡ് എടുത്തിട്ട് റാൻഡം ഒരു വാല്യൂ പിക്ക് ചെയ്തിട്ട് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കും. ആ ഡെസിമൽ നമ്പർ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡബിൾ എന്ന് വിളിച്ചത്. ഡബിൾ എന്ന് കൊടുത്ത്
ഡബിൾ എന്ന് പറയുമ്പോൾ ഹൈ പ്രിസിഷനുള്ള വാല്യൂ ആയിരിക്കും. അതിനെ നമ്മൾ റാൻഡം എക്സ് എന്ന് പറയുന്നതിനകത്ത് സ്റ്റോർ ചെയ്തു. റാൻഡ് എക്സ് എന്ന് പറയുന്നതിൽ സ്റ്റോർ ചെയ്തു. അതാണ് നമ്മളിവിടെ റാൻഡം എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് ആ റാൻഡം എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു. ആ റാൻഡം എന്ന് പറയുന്ന വാല്യൂ എടുത്ത് എക്സിനകത്ത് സ്റ്റോർ ചെയ്തു. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സിമിലർലി നമ്മൾ ഇതേപോലെ തന്നെ വൈക്കും ആ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏതാണോ വാല്യൂ ആ വാല്യൂ നമ്മളിപ്പോൾ വൈക്കകത്തും സ്റ്റോർ ചെയ്യും അതേപോലെ. അപ്പം നമുക്കിപ്പം എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അതായത് എക്സും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സർക്കിളിലെ ആ ക്വാർട്ടർ സർക്കിളിലെ 1ന് താഴെ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അപ്പോൾ ആ വാല്യൂ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണോ അല്ലയോ എന്നാണ് നമ്മളിനി നോക്കിയത്. ഈ സർക്കിളിനകത്ത് വരുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. അതിന് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും. ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം. ഡിസ്റ്റൻസ് ഫോർമുല കിട്ടും √(x² + y² ആണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് O ഇത് A ആണെങ്കിൽ OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം വാല്യൂ ഏതുവരെ വരത്തുള്ളൂ 1 ആയിരിക്കും. കാരണം റേഡിയസ് 1 ആണ്. അപ്പോൾ x² + y² = 1². or x² + y² = 1 എന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ ഈ x² + y² = 1 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിൽ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അല്ല ഇനി 1നെക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പോയിന്റ് സർക്കിളിനാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷനും അതാണ്. ഇഫ് ഈ പറയുന്ന അതിനെയാണ് നമ്മൾ ഒറിജിൻ ഡിസ്റ്റൻസ് എന്ന് എടുത്തിരിക്കുന്നത്. ആ ഒറിജിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1നെക്കാളും താഴെയാണോ <1 ആണോ =1 ആണോ നോക്കണം. <=1 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ സർക്കിളിൽ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്താണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ സർക്കിളിനകത്താണ്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. x² + y² നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസ് 1നെക്കാളും ചെറുതാണോ അല്ലയോ എന്ന് നോക്കും. ഇഫ് ഇറ്റ് ഈസ് <1 1നെക്കാളും ചെറുതാണെങ്കിൽ അതെന്തായാലും ആ സർക്കിളിന് അകത്തായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളെ സർക്കിളിൻ്റെ ഒരു പോയിന്റാണ്. ഞാൻ ആദ്യത്തെ പോയിന്റ് എടുത്തത് തന്നെ സർക്കിളിനകത്താണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇൻസൈഡ് സർക്കിൾ ഓൾറെഡി നമ്മളത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായത് തന്നെ അകത്താണെന്ന്. സോ ഉടനെ തന്നെ ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറി. ബിക്കോസ് അതെന്ത് ചെയ്തു, ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇവിടെ വന്നു. സോ ഇൻസൈഡ് സർക്കിളിൻ്റെ വാല്യൂ 1 ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ ഇത് പുറത്തോട്ട് വരും. പുറത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പുറത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് സ്ക്വയർ പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഈ പോയിന്റ് സർക്കിളിനകത്താണ്, ക്വാർട്ടർ സർക്കിളിനകത്താണെങ്കിലും അത് സ്ക്വയറിനകത്തുമായിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 1 ഇൻക്രീസ് ചെയ്തു. എഗെയിൻ ഐയുടെ വാല്യൂ i++ ഉണ്ട്. എഗെയിൻ ഐയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യും. ഇതേപോലെ റാൻഡമായിട്ട് ഒരു എക്സും വൈയും ചൂസ് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് റാൻഡമായിട്ട് എക്സും വൈയും ചൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. വീണ്ടും ആ ഒരു എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് കാണും. ആ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ഉപയോഗിച്ചു. ആ പോയിന്റ് <1 ആണെങ്കിൽ ഇൻസൈഡ് സർക്കിൾ ++. നേരത്തെ ഇൻസൈഡ് സർക്കിളിൻ്റെ വാല്യൂ 1 ആയിരുന്നു. സോ ഇപ്പോൾ അത് എന്തായി മാറും, 2 ആയി മാറും. കാരണം വീണ്ടും ഈ കണ്ടീഷൻ ട്രൂ ആയി. എഗെയിൻ ഇത് പുറത്തോട്ട് വരും. വീണ്ടും എന്ത് ചെയ്യും, ഇൻസൈഡ് സ്ക്വയർ ++. അപ്പോൾ സ്ക്വയറിൻ്റെതും 2 എന്നുള്ള രീതിയിൽ മാറും. വീണ്ടും ഐയുടെ വാല്യൂ 3 പോകും. ഐ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യും. സോ എക്സും വൈയും വീണ്ടും ചൂസ് ചെയ്യും. സോ ഇത്തവണ ചൂസ് ചെയ്ത എക്സും വൈയും പുറത്താണ്, സ്ക്വയറിനകത്താണ്. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദി ക്വാർട്ടർ സർക്കിൾ എന്ന് ഇരിക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഈ കണ്ടീഷൻ ഫോൾസ് ആയി എന്ന് വിചാരിക്കുക. ഇത് ഫോൾസ് ആയാൽ എന്ത് സംഭവിക്കും, ഫോൾസ് ആയാലും അത് ഇൻസൈഡ് സ്ക്വയർ എപ്പോഴും ചെയ്യും. ഫോൾസ് ആയാലും ട്രൂ ആയാലും എപ്പോഴും ഇൻസൈഡ് സ്ക്വയർ ++ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇൻസൈഡ് സർക്കിൾ കൂടത്തില്ല, അത് 2 തന്നെയായിരിക്കും. ബട്ട് ഇൻസൈഡ് സ്ക്വയർ ++ ചെയ്യുന്നതുകൊണ്ട് അത് 3 ആവും. വീണ്ടും ഐയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആവും. വീണ്ടും എക്സ് വൈ ചൂസ് ചെയ്യും. ആ വാല്യൂ എന്ന് പറയുന്നത് ഇതുപോലെ ഡിസ്റ്റൻസ് കൂടുന്നോ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ ഐയുടെ വാല്യൂ
എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നോ, എത്ര ഐറ്ററേഷൻ ചെയ്യുന്നോ അത്രത്തോളം ഇതിന്റെ വാല്യൂ ഇങ്ങനെ പോയിന്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പോയിന്റ്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻസൈഡ് സർക്കിൾ എത്ര പോയിന്റ്സ് ഉണ്ടെന്നുണ്ട്, ഇൻസൈഡ് സ്ക്വയറിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ടെന്നും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇൻസൈഡ് സർക്കിൾ ഡിവൈഡ് ബൈ ഇൻസൈഡ് സ്ക്വയർ. നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമുലയിലെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയറിന് പകരം നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ദി ക്യൂ, നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ദി സ്ക്വയർ കൊണ്ടുവരും. സോ ദാറ്റ് വി ഗെറ്റ് പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റീനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പൈയുടെ വാല്യൂ വരും. ആ പൈയുടെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ എത്രത്തോളം പോയിന്റ്സ് വരുന്നോ അത്രത്തോളം പൈയുടെ വാല്യൂ ആക്യുറേറ്റ് ആയിട്ട്